ഹേയ് ലവ്ലീസ്, ഇന്നെനിക്ക് വീട്ടിൽ പോവാം. അങ്ങനെ ഞാൻ വന്ന ഉടനെ ബാഗിൽ കിടന്ന എല്ലാ സാധനവും എടുത്ത് പുറത്ത് വെച്ചിട്ട് പുറത്ത് കിടന്ന സാധനമൊക്കെ എടുത്ത് അകത്ത് വെച്ച്, എന്നാലേ വന്ന ഉടനെ തിങ്കളാഴ്ച പോകാൻ പറ്റും. അങ്ങനെ മുഖമൊക്കെ കഴുകിയിട്ട് നേരെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയായിരുന്നേ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു. ഇന്ന് ഫുൾ മൂഡോണാണ്, കാരണം നമുക്ക് വീട്ടിൽ പോകണതിൻ്റെ സന്തോഷം. പിന്നെ ഞങ്ങൾ പോയൊരു ചായയൊക്കെ കുടിച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നേ. ബസ് അത് നിന്ന് ചില സമയത്ത് ഇതാണെങ്കിൽ നേരത്തെ വരും, എന്നാൽ മറ്റു ചില സമയത്ത് ഒരു കാലത്തും വരില്ല. എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും എൻ്റെ ബാലൻസ് 1 രൂപ കിട്ടാറില്ല. ശരിക്കും അത് എൻ്റെ അവകാശപ്പെട്ട പൈസയല്ലേ. ഞാനൊരു 100 ദിവസം വന്നിട്ട് പോയാൽ എൻ്റെ 100 രൂപയാണ് നഷ്ടമാണ്. ചോദിച്ച അമ്മ പറയും ഞാനൊരു എച്ചിയാണെന്ന്. പിന്നെ കുറേ നേരത്തിന് ശേഷം ഞാൻ കിടന്നങ്ങ് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റ് പിന്നെ അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് പോയേ. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പാട്ടൊക്കെ കേട്ട് വരുമ്പോൾ വെറുതെ അങ്ങ് വിഷമം വരും. പക്ഷെ കാരണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എന്തോ അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഹോം ടൗൺ എത്തി. അങ്ങനെ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മയുടെ ഫ്രണ്ടിൻ്റെ ഒരു പൈനാപ്പിളൊക്കെ വാങ്ങി നിൽക്കണം. പിന്നെ ഞാനും അമ്മയും കൂടെ വീട്ടിൽ പോയി. അപ്പോഴേ ഞാൻ അമ്മയുടെ പറയുന്നത് എനിക്ക് വിശന്നിട്ട് പോയെന്ന്. അപ്പം അമ്മ പറഞ്ഞു ഒന്നുമില്ലെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ സർപ്രൈസായിട്ട് അമ്മ എനിക്ക് പൊറോട്ടയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി തന്നു. പാപം. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.